നടൻ രാജേഷ് മാധവൻ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് അടുത്തിടെ തിയേറ്ററുകളിലെത്തിയ പെണ്ണും പൊറാട്ടും. സുട്ടു എന്ന നായയെയും ഒപ്പം ഒരു കൂട്ടം പുതുമുഖങ്ങളെയും പ്രധാന കഥാപാത്രങ്ങളാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. പെണ്ണും പൊറാട്ടും ഒടിടിയിൽ റിലീസിന് ഒരുങ്ങുകയാണ്. ചിത്രത്തിന്റെ സ്ട്രീമിംഗ് തീയതി പുറത്തുവിട്ടു. ഫാന്റസി, സോഷ്യൽ സറ്റയർ എന്നിവ ചേർന്ന കഥാപരിസരം തുറന്നു കാണിക്കുന്ന ചിത്രത്തിൽ കർഷകത്തൊഴിലാളികളും യുവാക്കളും അടങ്ങിയ സാധാരണ ഗ്രാമവാസികളാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. മഹേഷിന്റെ പ്രതികാരം, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, ഇന്നാ താൻ കേസ് കോഡ് തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധ നേടിയ സന്തോഷ് ടി. കുരുവിള STK ഫ്രെയിംസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെയാണ് പെണ്ണും പൊറാട്ടും ഒടിടിയിലെത്തുന്നത്. ചിത്രം മാർച്ച് 13 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും. രജനീകാന്തിന്റെ ജയിലർ 2 നായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. അപ്ഡേറ്റുകൾക്കെല്ലാം വലിയ സ്വീകാര്യയാണ് ലഭിക്കുന്നത്. ഇപ്പോഴിതാ ബോളിവുഡ് കിങ് ഖാൻ ഷാരൂഖ് ഖാൻ ജയിലർ 2-ൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി വേഷമിടുന്നുവെന്നാണ് സിനിമാ വൃത്തങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അവസാന ഘട്ടത്തിലാണെന്നും ഷാരൂഖ് ഖാൻ തന്റെ ഭാഗങ്ങൾ ചിത്രീകരിക്കുന്നതിനായി മാർച്ച് മാസത്തിൽ സെറ്റിലെത്തുമെന്നും നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഏകദേശം 7 മുതൽ 8 ദിവസം വരെ നീണ്ടുനിൽക്കുന്ന ഷൂട്ടിംഗാണ് അദ്ദേഹത്തിന്റേത്. ഈ ഭാഗങ്ങൾ ചിത്രീകരിച്ചു കഴിയുന്നതോടെ സിനിമ പാക്കപ്പ് ആകും. സംവിധായകൻ നെൽസൺ ദിലീകുമാർ ഒരുക്കുന്ന ജയിലർ 2 വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ആദ്യ ഭാഗം ബോക്സ് ഓഫീസിൽ നിന്ന് 650 കോടിയിലധികം രൂപയാണ് ആഗോളതലത്തിൽ വാരിക്കൂട്ടിയത്. രജനികാന്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു ജയിലർ.